മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കോളും. പ്രഭാഷകൻ 4:28. സത്യത്തെ പലപ്പോഴും വെടിയേണ്ടതായിട്ടുള്ള സാഹചര്യം നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന നിലനിൽപ്പ് പലപ്പോഴും അത്ര സ്ട്രോങ് അല്ല. റീസൺ ഉണ്ട്. സത്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് സാധാരണ ആൾക്കാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു, അതുകൊണ്ട് കുറച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു, ബാക്കിയുള്ളവർ നമ്മളെ കളിയാക്കുന്നു, നമ്മളും കുറച്ച് പുറകിലാകുന്നു. എന്നാൽ ആ ഗുണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധരിലേക്ക് നോക്കണം. നമ്മുടെ ലോകത്തിൽ അനേകം മനുഷ്യരുണ്ട്. നമ്മുടെ ഡോക്ടറായ BR അംബേദ്കർ ഭാരതത്തിന്റെ നിയമങ്ങൾ ഒക്കെ എഴുതാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു കൂട്ടം ആൾക്കാരും ഒക്കെയാണ് ശ്രമിച്ചത്. അങ്ങനെ അനേകം മനുഷ്യർ. ഗാന്ധിജിയുണ്ട്, മറ്റനേകം മനുഷ്യരുമുണ്ട്. പക്ഷേ എന്നാൽ ഗാന്ധിജിയോടും BR അംബേദ്കറിനോടും സുഭാഷ് ചന്ദ്രബോസിനോടും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് രോഗശാന്തി ഉള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരിച്ച ഒരാൾ എഴുന്നേറ്റതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ എന്നും ജീവിച്ചിരിക്കുന്ന മദർ തെരേസയോടും അൽഫോൻസാമയോടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരോടും നമ്മൾ മാധ്യസ്ഥം തേടുമ്പോൾ നാം മാധ്യസ്ഥം തേടുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതായി നമ്മൾ അറിയുന്നുണ്ടല്ലോ, അല്ലേ? അവർ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയാലും ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുകയാണല്ലേ. അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവരും വിഷമിച്ചിട്ടുണ്ട്, അവരും ഒറ്റയ്ക്കായി പോയിട്ടുണ്ട്. എന്നാൽ അവർ നിലനിന്നപ്പോൾ ദൈവം അവരെ മഹത്വപ്പെടുത്തി. സത്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രതിഫലം എപ്പോഴാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ തേടുന്നത് എന്ന് ചോദിച്ചാൽ നിത്യജീവനെ മുൻനിർത്തി മനസ്സിലാക്കുമ്പോഴാണ്. അതായത് ഈ ഭൂമിയിൽ കുറെ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ സത്യം എന്തെങ്കിലും പ്രതിഫലം കണ്ടെത്തി എന്ന് വരാം. പക്ഷേ നമുക്കറിയാം, സത്യം നിഷേധിക്കപ്പെട്ട് മരിച്ചു പോയേക്കാവുന്ന ആൾക്കാരുമുണ്ട്. കുറെ സമയങ്ങൾക്ക് ശേഷം അവർ ചില നിയമങ്ങൾ കൊണ്ട് മരിച്ചു പോയിക്കുന്നവരാണ്. പ്രതിഫലം കിട്ടാത്തവരുമുണ്ട്. അങ്ങനെ പ്രതിഫലം കിട്ടാത്ത ആൾക്കാരുടെ ഒക്കെ നീതി എവിടെയാണ് വരിക? അവരുടെ എല്ലാവരുടെയും നീതി നിത്യജീവനിലാണ്. അപ്പോഴാണ് നാം നിത്യജീവൻ കാണുമ്പോൾ സത്യത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നത്. ഇതാണ് നാം മുമ്പേ പറഞ്ഞത്. വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് രോഗങ്ങൾ മാറുന്നു. ഭൂമിയിലെ വലിയ കാര്യങ്ങൾ ചെയ്ത് മനുഷ്യരോട് പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നില്ല. അതുകൊണ്ടാണ് പ്രഭാഷകൻ ഉറപ്പിച്ചു പറയുന്നത്, മരിക്കേണ്ടി വന്നാലും സത്യത്തെ വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കോളും.